നമസ്കാരം. ഇന്ന് 2025 നവംബർ 1. ഇന്ന് അഭിമാനത്തിൻ്റെ ദിനമാണ്. കാരണം ഇന്ന് കേരളം അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനം നടത്തുന്ന ദിവസമാണ്. വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളം ആദ്യ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. ഈ കേരളപ്പിറവി ദിനത്തിൽ ആ പ്രഖ്യാപനത്തിൽ എനിക്കും അതിയായ അഭിമാനം തോന്നി. കാരണം 2021 ആഗസ്റ്റ് മാസം മുതൽ ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഞാനും ജില്ലാതല റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇന്ന് പലരും ഈ ജനകീയ പദ്ധതിയെ വിമർശിക്കുന്നതായി പല മാധ്യമങ്ങളിലൂടെ കാണാനിടയായി. അതുകൊണ്ടാണ് അതിൻ്റെ സത്യസ്ഥിതി വെളിപ്പെടുത്തുന്നതിനും അത് എന്താണെന്ന് ഒന്നുകൂടി കേരള ജനതയെ ബോധ്യപ്പെടുത്തുന്നതിനുമാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് അതിദാരിദ്ര്യമില്ലാതാക്കും. അത് കേരള സർക്കാരിൻ്റെ പ്രഥമ മുൻഗണനയിൽ ഒന്നായിരുന്നു. വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം, സേവന ലഭ്യത, അടിസ്ഥാന സൗകര്യങ്ങൾ, അടിസ്ഥാന വരുമാനം, സാമൂഹിക ക്ഷേമ നടപടികളുടെ അപര്യാപ്തത എന്നിവയൊക്കെ ദാരിദ്ര്യം കണക്കാക്കുന്ന സൂചകങ്ങളാണ്. എന്നാൽ പൊതുവിലുള്ള ശേഷികളുടെ അഭാവം ആണ് ദാരിദ്ര്യം. എന്നാൽ അതിലേറ്റവും തീവ്രമായ അവസ്ഥയെ അഭിമുഖീകരിക്കുന്നവരാണ് അതിദരിദ്രർ. അതിജീവനത്തിനു വേണ്ട അടിസ്ഥാന ആവശ്യങ്ങൾ നേടിയെടുക്കാൻ തീരെ കഴിയാതെ പോകുന്ന, അതായത് ഭക്ഷണം, വസ്ത്രം, സുരക്ഷിത താമസസ്ഥലം, അടിസ്ഥാന വരുമാനം ഇല്ലാത്തവർ, അതിജീവനം തന്നെ പ്രതിസന്ധിയിലായ വിഭാഗമാണ് അതിദരിദ്രർ. സ്വന്തം അവസ്ഥയെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി അത് മറികടക്കാൻ ശേഷിയില്ലാത്തവർ, ഉപജീവനവും അതിജീവനവും നേടാൻ ശാരീരികവും മാനസികവുമായ ശേഷിയില്ലാത്തവർ, മാനസിക വെല്ലുവിളി, വാർദ്ധക്യം, തീരാവ്യാധി തുടങ്ങിയ കാരണങ്ങളാൽ ദൈനംദിന ജീവിതം മുന്നോട്ട് നീക്കാൻ ശേഷിയില്ലാത്തവർ, അതായത് തൊഴിൽ ശേഷിയും അടിസ്ഥാന വരുമാനവും അടിസ്ഥാന ജീവിത സാഹചര്യവുമുള്ള ദരിദ്ര കുടുംബങ്ങളെയല്ല, അടിസ്ഥാന അവകാശങ്ങൾ പോലും നേടിയെടുക്കാൻ ശേഷിയില്ലാത്ത, പൊതുവിൽ ബാഹ്യ സഹായമില്ലാതെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനാകാത്ത അശരണരും നിരാലംബരും അഗതികളുമായ കുടുംബങ്ങളെയാണ് അതിദരിദ്രരായി കണക്കാക്കിയത്. ദാരിദ്ര്യത്തിൻ്റെ അതിതീവ്ര രൂപമാണ് അതിദാരിദ്ര്യം. അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് പുറമേ നിന്ന് സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ശക്തമായ പിന്തുണ ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനോ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കിടക്കാനോ കഴിയില്ല. അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടാണ് ഈ 5 വർഷത്തിനിടയ്ക്ക് ഈ പദവി സർക്കാർ നേടിയെടുത്തത്. സ്വയം അവകാശത്തിനു വേണ്ടി ശബ്ദമുയർത്തുവാൻ ശേഷിയില്ലാത്തവരും പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ പലപ്പോഴും പെടാതെ പോകുന്നവരുമായതിനാൽ പരമ്പരാഗതമായ ഒരു ദരിദ്ര സർവേ രീതിയിലൂടെ അതിദരിദ്രരെ കണ്ടെത്താൻ ഫലപ്രദമല്ല. പ്രാദേശിക തലത്തിൽ പൊതുസമൂഹത്തിൻ്റെ ഒരു ഇടപെടലിലൂടെ, ഒരു പങ്കാളിത്തത്തിലൂടെയാണ് അതിദരിദ്രരെ കണ്ടെത്തിയത്. അതിലെല്ലാ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും, പഞ്ചായത്ത്, നഗരസഭകൾ, കോർപ്പറേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങി എല്ലാ വാർഡുകളിലും അതിദരിദ്രരെ കണ്ടെത്തുന്നതിനുള്ള സർവേയും വാർഡ് സഭകളും കൂടിയാണ് ഈ പരിപാടി നടപ്പാക്കിയത്. സ്ഥലവും വീടുമില്ലാത്ത തെരുവിൽ കഴിയുന്ന കുടുംബമാണ് അതിദരിദ്രരുടെ കുടുംബം. റേഷൻ കാർഡ് ഇല്ലാത്ത, ഭക്ഷ്യധാന്യം ലഭ്യമാക്കാത്ത, തൊഴിലെടുക്കാൻ ശേഷിയില്ലാത്ത കുടുംബങ്ങൾ, കുടുംബത്തിലെ കിടപ്പ് രോഗിയെ പരിപാലിക്കുന്നത് മൂലം തൊഴിൽ ശേഷിയുള്ള അവശേഷിക്കുന്ന ഒരാൾക്ക് പോലും തൊഴിൽ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, അത് ദരിദ്ര കുടുംബത്തിൽ ഉള്ളതാണ്. വയോജനങ്ങൾ മാത്രമുള്ള, ആർക്കും തൊഴിലെടുക്കാനാവാത്ത ദരിദ്ര കുടുംബം, ഇതൊക്കെയാണ് അതിദരിദ്രരായിട്ടുള്ളവരുടെ പട്ടികയിലുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും സർവേയിലൂടെ കണ്ടെത്തി. അതിദരിദ്രർക്കായിട്ടുള്ള വിവിധ പദ്ധതികൾ സംസ്ഥാനത്തെ അതിദാരിദ്ര്യം 5 വർഷം കൊണ്ട് ഇല്ലാതാക്കുകയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം.
സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രദേശത്തും വിവിധ കാരണങ്ങളാൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരെ സാമൂഹിക പങ്കാളിത്ത പ്രക്രിയയിലൂടെ കണ്ടെത്തി അവരുടെ സമഗ്ര വിവരശേഖരണം നടത്തി ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അതിജീവനത്തിനും കുടുംബ അധിഷ്ഠിത മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി ആ പദ്ധതി നടപ്പാക്കുകയാണ് സർക്കാരുകൾ ചെയ്തത്. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർക്ക് പരിശീലനം നൽകുകയും വാർഡ് തലത്തിലും ജനകീയ സമിതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും വാർഡ് തലത്തിലുമുള്ള ജനകീയ സമിതികളുടെ രൂപീകരണം നടത്തി ജില്ലാതല സമിതിയും സംസ്ഥാനതല സമിതിയും രൂപീകരിച്ച് അതിദരിദ്രരുടെ പ്രാഥമിക പട്ടിക തയ്യാറാക്കി നിശ്ചിത മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി സർവേ നടത്തി സർവേയുടെ സൂപ്പർ ചെക്ക് നടത്തി അത് ക്രോഡീകരിച്ച് അതിദരിദ്രരുടെ പട്ടിക സർക്കാർ പുറത്തിറക്കി. അങ്ങനെ പട്ടിക തയ്യാറാക്കുകയും അംഗീകാരം നേടുകയും വാർഡ് സഭയിലൂടെ ഗ്രാമസഭകളിലൂടെ അവതരിപ്പിച്ച് അംഗീകാരം നേടി അന്തിമ പട്ടിക ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പുറത്തിറക്കി. സൂക്ഷ്മ പദ്ധതിയും തദ്ദേശ സ്ഥാപനതല പദ്ധതിയും തയ്യാറാക്കി മൈക്രോ പ്ലാനുകളുടെ നടത്തിപ്പും പദ്ധതി നടത്തിപ്പിന് ആവശ്യമായ വിഭവ സമാഹരണവും നടത്തിയാണ് ഇന്ന് ഈ പരിപാടി സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ഏറ്റവും ജനകീയമായ പങ്കാളിത്തത്തോട് ജനങ്ങളെ കൈകോർത്ത് പിടിച്ച് കേരളത്തിൽ നിന്ന് അതിദാരിദ്ര്യം എന്ന അവസ്ഥ ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യക്ക് അഭിമാനമായ രീതിയിൽ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. അതിൽ ജില്ലാതല റിസോഴ്സ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് എനിക്കും അതിയായ അഭിമാനം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.